ഓക്കെ. എന്തായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ ഈ സിനിമ നമ്മുടെ നാട്ടിൽ തന്നെ കാണാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അവരെ കഴിയുന്നത് ഈ ന്യൂസ് എല്ലാവരിലേക്കും എത്തിക്കുക. ഇങ്ങനെ അവൈലബിൾ ആണെന്നുള്ള കാര്യം പലരും അറിയണ പോലും ഉണ്ടാവില്ല. അവരെ കാണാൻ എൻകറേജ് ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം തിയേറ്ററിലേക്ക് പോയി കാണുന്ന ഇപ്പോഴും മലയാളിക്ക് ഒരു നാണക്കേടാണ്. നമ്മുടെ മതേതര സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് മാക്സിമം ആൾക്കാരിലേക്ക് ഈ സിനിമ എത്തിക്കുക. കാരണം ഒരു സൈഡിൽ ഇങ്ങനത്തെ സിനിമകൾ എടുക്കുന്ന OTT ചാനലിനെ ബോയ്ക്കോട്ട് ചെയ്യാനും അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ കൃത്യമായിട്ട് അതിനുള്ളൊരു പിന്തുണ കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഇങ്ങനത്തെ സിനിമകൾ എടുക്കാനുള്ള ഒരു വിമുഖത ഇവർക്കെല്ലാം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കാണേണ്ടതും നമ്മുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള OTT പ്ലാറ്റ്ഫോംസ് എൻകറേജ് ചെയ്യുക. അവർക്ക് ബിസിനസ് ആണല്ലോ വരുന്നത്. അപ്പൊ അത് എൻകറേജ് ചെയ്യുക, നമ്മുടെ കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു വാർത്ത ഞാൻ കണ്ടതെന്ന് വെച്ചാല് തമിഴ്നാട്ടില് സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് പരിവർത്തിത ക്രിസ്ത്യാനികൾക്കൊപ്പം തന്നെ ഈ പരിവർത്തിത മുസ്ലിങ്ങൾക്കും, അതായത് ഈ ക്ലാസ് SC ST ഇതിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നവർക്കും ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യം നിർദ്ദേശിക്കണമെന്നുള്ളൊരു സർക്കാർ അതിനുവേണ്ടി ശ്രമിക്കുമെന്നുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ദളിത ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ദളിത മുസ്ലിം എന്ന് പറഞ്ഞൊരു വിഭാഗം കൂടെ രൂപപ്പെട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് ഇതിൽ കാണുന്നത്. പക്ഷെ ഇതിന് ഒരു കാര്യമുണ്ട്, പലരും കൺവേർട്ട് ആയിട്ടുള്ള പലരും അത് ഒറിജിനൽ ജാതിയോ പേരോ ഉപേക്ഷിക്കാതെ ഇപ്പോഴും ആനുകൂല്യങ്ങൾ പറ്റുന്ന ഒരു അവസ്ഥ ഇവിടെ നിലവിലുണ്ട്. എന്തായാലും അത് ശരിക്കും പറഞ്ഞാൽ ഈ കൺവേർഷനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും പിന്നെ അവരിനെ വ്യക്തമായിട്ട് സനാതന ധർമ്മത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അതൊക്കെ പ്രതീക്ഷിക്കാവുന്ന തന്നെയാണ്. കാരണം ഈ നക്കാപ്പിച്ചകൾക്ക് വേണ്ടിയിട്ട് പിന്നെ കേരളത്തിലേക്ക് ഇതിന്റെ ഇമ്പാക്ട് എന്തുണ്ടാവും എന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ PSC പരീക്ഷയ്ക്ക് എഴുതി ജോലി കിട്ടുക എന്നുള്ളതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. മീൻ കച്ചവടമാണ് നല്ലതെന്ന് മന്ത്രിമാർ വരെ പറയുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് പിന്നെ എന്താ പറയാ, അതിനെന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാവുന്നില്ല. പക്ഷെ തമിഴ്നാട്ടില് ഇതാണ് അവസ്ഥ. ഇതിലേക്ക് നീക്കമാണ്. ഇനി വൈകാതെ ഇതേ ആവശ്യം കേരളത്തിലും രൂപപ്പെട്ട് വരുന്നതാണ്. അത് ദളിത മുസ്ലിം എന്ന് പറയുന്ന ഒരു സാധനം രൂപപ്പെടുത്തി എടുക്കാനുള്ള ഒരു ഇതായിട്ടാണ് എനിക്കത് തോന്നുന്നത്. രണ്ടും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഈ ആഴ്ചയാണ് ആർട്ടിക്കിൾ 370 റിലീസ് ആവുന്നത്. അതും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക, കാണുക. കാരണം അതിന്റെ ട്രെയിലറിന് നല്ല ട്രെൻഡിങ് ആണ്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ അതിന്റെ ചരിത്രപരമായ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് കൊണ്ടുപോയി കാണിക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയൊക്കെ പറയാനുള്ളൂ. കാരണം ഇവിടെ പുറത്തൊരു എന്താ പറയുക, നിൽക്കുന്ന സ്ഥലം ഒരു ഓപ്പൺ ഏരിയ ആണ്. അതുകൊണ്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇനി ആരും സംസാരിക്കാനില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റൂം എൻഡ് ചെയ്യായിരുന്നു. 10:30. എന്താ ജിനീഷ്, ഫ്രീ ആണോ ജിനീഷ്? സുഗ്രീവനും ഷായും പറയുന്നുണ്ട്, അല്ല സുഗ്രീവനും ഷായൊക്കെ പറയുന്നുണ്ട് കേരള സ്റ്റോറി യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ല സിനിമയാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ള ഒന്ന് മുകളിൽ കയറി വന്നിട്ട് പറയാനുള്ള ഒരു നട്ടല്ലോ തന്റെ ഇടമോ പിന്നെ നല്ല തൊണ്ടയ്ക്ക് പറഞ്ഞ ഗുണോ എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ ദയവായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ, പ്ലീസ്. അങ്ങ് അവസാനം പറഞ്ഞത് മാത്രം അദ്ദേഹത്തിന് കാണിക്കാൻ ഒരിക്കലും കഴിയില്ല. ബാക്കിയുള്ളതെല്ലാം വേണമെങ്കിൽ അദ്ദേഹം ഇവരുടെ ഒരു സ്ഥായിയായതെന്ന് പറഞ്ഞ തന്ത മാറിക്കൊണ്ടിരിക്കും. പാകിസ്ഥാൻ തന്തയായി, സൗദി തന്തയായി, തുർക്കി തന്തയായി. അല്ല ചന്ദ്രചേട്ടാ, ഞാനും ഇന്നലെയാണ് ഈ സിനിമ കണ്ടത്. ഒരു മുക്കാഭാഗം കണ്ടുള്ളു, ബാക്കി കാണാൻ പറ്റില്ല. അതിനകത്ത് ഞാൻ കണ്ടിരിക്കുന്നതിനകത്ത് എന്താണ് പറയുന്നത്, 1% പോലും അതിനകത്ത് ഇവിടെ ഫാക്ട് അല്ലാത്ത കാര്യങ്ങളില്ല. നിമിഷ ഫാത്തിമ അല്ലെങ്കിൽ മറ്റേ സോണി സെബാസ്റ്റ്യൻ ഇതുപോലെയുള്ളവരുടെയൊക്കെ ഒരു യഥാർത്ഥ ജീവിതം തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെയുള്ള അവര് പറയുന്നത് ഇവരെ പോലുള്ള ആയിരക്കണക്കിന് പേര് സ്ത്രീകളുടെയും ജീവിതം അവിടെ ഹോമിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. ഇതുമെല്ലാം ഫാക്ട് അല്ല. ഇവര് ഈ പറയുന്ന പൊട്ടിത്തെറിച്ച് കൂടെ ഒരു 5-8 പേരെയും കൂടെ കൊന്ന ഇവർക്കൊക്കെ എന്താണ് കിട്ടിയിരിക്കുന്നത്? സ്വർഗം കിട്ടിയോ? 72 കൂറുമാരെ കിട്ടിയോ? എന്തായാലും ഇവിടെയുള്ള ഇവരുടെ ജീവിതം, ഈ പറയുന്ന നിമിഷ ഫാത്തിമയുടെ അമ്മ ഇപ്പോഴും ഇവിടെ കഴിയുന്നുണ്ട്. അതിനുശേഷം അവര് ആരോഗ്യം ഏറ്റെടുത്ത് മറ്റേ സുഖീവ് പോയോ ഏറ്റെടുത്ത് ഇപ്പം ഫാഷൻ പരേഡൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. എങ്കിലും ഈ പറയുന്ന സഖാക്കന്മാരുടെ തനിനിറം വെളിവാകാനായിട്ട് ഇവിടെ കാരണമായിട്ടുണ്ട്. ഇത്രയും ചർച്ചയാകപ്പെട്ടുകൊണ്ട് മാത്രം ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ആണങ്ങനെ,
ഇത്രയും ചർച്ചയാകപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ മറ്റേ അഖില എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇപ്പോഴും അല്ലെ ഹാദിയ ഇപ്പോഴും കേരളത്തിൽ കഴിയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ എമ്പണ്ട് ഈ പണ്ടത്തെ ഒരു രീതിയായിരുന്നെങ്കിൽ ഈ നിമിഷ ഫാത്തിമയും മറ്റേ സോണി സെബാസ്റ്റ്യനൊക്കെ പോയപ്പം അഖിലയും പോയേനെ. അതിവിടെ ചർച്ചയാക്കപ്പെട്ടു, കോടതിയിൽ കേസുകളായി, അല്ലെങ്കിൽ ഇവർക്ക് പ്രശ്നമാകും. ഇത് വേണ്ട, ഇതൊന്നിനും വേണ്ട. ഈ PFI നിരോധനത്തിന് ശേഷം ആ ഇസ്രത്ത് ജഹാനോ അവന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല, അവനെവിടെ പോയി? അവനെ കണ്ടവരാരുമില്ല. ആ വിവാഹബന്ധം ഏർപ്പെട്ടു. അതിനുശേഷം ആ വിവാഹബന്ധം ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിലവിൽ ആ പെൺകുട്ടിയുടെ അവകാശം അവരുടെ മാതാപിതാക്കൾക്കാണ്. സഖാവ് അശോകൻ, അങ്ങനെ തന്നെ പറയണം കേട്ടോ, സഖാവ് അശോകനാണ്. പക്ഷെ ആ വീട്ടുകാരെ അറിയിക്കാതെ ആ പെണ്ണ് രണ്ടാമത് വീണ്ടും വിവാഹം കഴിക്കുന്നു. ഇതൊക്കെ ഏത് നാട്ടിൽ നടക്കുന്ന കാര്യമാണ്? അത് ഇവിടെ നമ്മുടെ ചുറ്റും ഈ കേരളത്തിലാണ് നടക്കുന്നതെന്ന് ഓർക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെ വെളുപ്പിക്കാൻ വരുന്ന ഇവന്മാരോടൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടത്? ആയിരക്കണക്കിന് പേരുടെ ജീവൻ അവിടെ ഹോമിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഈ പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞത് 100 കണക്കിന് പേര് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഏകദേശം 26 പേര് ഇവിടുന്ന് നേരിട്ടും അതല്ലാതെ മറ്റ് വിദേശത്തേക്ക് കടന്നതിന് ശേഷം അവിടുന്ന് പോയതുമായിട്ട് ഏതാണ്ട് 100-ൽ പരം ആൾക്കാരുടെ പേര് ഇവിടെ പിണറായി വിജയനും VS അച്യുതാനന്ദനും അവര് പലരും പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു പിണറായി വിജയൻ ഒരു ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നു കേരളത്തിൽ ഇതിന്റെ IS സ്ലീപ്പർ സെല്ലില്ലെന്ന്. പിറ്റേ ദിവസമാണ് കണ്ണൂരിൽ നിന്ന് മറ്റേ ബാംഗ്ലൂർ പോലീസ് ഏതാണ്ട് വന്ന് 3 സ്ത്രീകളെ പിടിച്ചോണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം ഒരു NIA കോടതിയിൽ ഒരു വിധി വന്നല്ലോ, മറ്റേ റിയാസ് അബൂബക്കർ കണ്ണൂർ എങ്ങാണ്ടുള്ള. അവനിവിടെ ISIS മോഡൽ തീവ്രവാദ ആക്രമണം, ചാവേർ സ്ഫോടനം നടത്താനായിട്ട് പദ്ധതി ഇട്ടിരുന്നതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇതെല്ലാം നമ്മുടെ കൺമുന്നിൽ കാണുമ്പോഴും നമ്മൾ പറയുവാണ് ഇവിടെ കേരളം ഏറ്റവും നല്ലതാണ്, ഇവിടെ തീവ്രവാദം എന്ന് കേട്ടിട്ട് പോലുമില്ല എന്ന്. അതിനൊരു കാരണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെ ഭരണപക്ഷത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരോ ഇവിടെ PFI നിരോധിച്ച കാര്യം പോലും അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു വാക്ക് വേണ്ടിയിട്ടില്ല. ഈ പറയുന്ന ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പ്രതിയെ പിടിച്ചത് അവന്മാർ അറിഞ്ഞിട്ടില്ല. അത്തരം ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ഇവിടെ തീവ്രവാദം ഇല്ലെന്ന് സാധാരണക്കാർ വിശ്വസിച്ചു പോകും. എന്താന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ തീവ്രവാദം ഉണ്ടെന്നോ തീവ്രവാദികളെ കേരളത്തിൽ നിന്ന് ഓരോ മൂലയിൽ നിന്നും പിടിക്കുന്നതായിട്ടോ അറിയുന്നില്ല. പക്ഷെ മറ്റേ സക്കീർ നായിക്കിന് ഇത് കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സക്കീർ നായിക്ക് പറഞ്ഞത് ഇന്ത്യയിലുള്ള കാശ്മീരിലെ വിഘടനവാദികൾ തൊട്ട് ഓരോ തീവ്രവാദികളും കേരളത്തിലേക്ക് പോകൂ, അവിടെ നിങ്ങളുടെ പ്രവർത്തനത്തിന് പറ്റിയ സ്ഥലമാണ്, അവിടെ നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രിയുണ്ട്, മരുമകനുണ്ട്, അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും എന്നുള്ളത്. അല്ല സുബിൻ, ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, നമ്മുടെ കുട്ടികൾ പലപ്പോഴും മനസ്സിലാക്കാത്ത പോകുന്ന ഒരു ഘടകം, നമ്മുടെ യുവതലമുറ മനസ്സിലാക്കാതെ പോകുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രത്യേക മതത്തില് സ്ത്രീകളെ കാണുന്നത് കൃത്യമായിട്ട് ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ എന്താ പറയാ, ഒരു പട്ടിയെ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു കഴുതയെ വാങ്ങുന്നു, ഒരു നല്ല ഇനത്തിൽപ്പെട്ട സാധനത്തിനെ വാങ്ങുന്നു, ഈ ഒരു ഇതിന് വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു മിക്സി വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങുന്നു, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഒരു സാധനം വാങ്ങുന്നു, കുറച്ചു കാലം ഉപയോഗിച്ച് അത് കഴിയുമ്പോൾ അതെടുത്ത് കളയുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് ഇവർ സ്ത്രീകളെയും കാണുന്നത്. അവർ മനുഷ്യജീവിയായിട്ട് പോലും കാണുന്നില്ല. അതായത് അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് പറ്റിയ ഒരു ഉപകരണം മാത്രമാണ് ഈ സമൂഹം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. അതായത് ഒരു മനുഷ്യജീവിയായിട്ടോ നമ്മളെ പോലെ ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ തുല്യമായ ഒരു സ്ഥാനമോ ഒന്നും കൊടുക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള AC യോ ഈ മിക്സിയോ പട്ടിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണം, അത്രയേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് ഇവരുന്ന് കാണുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് പറയും, എന്നിട്ട് വലിയ മറ്റേ എന്താ പറയുക മുട്ടായി പോലെ കവറിട്ട് വെക്കണം, പഴപ്പല പോലെ ചാക്ക് പൊതിഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ കുറെ ഉപമകളും പറയും. അടിസ്ഥാനമായിട്ട് ഇതെല്ലാം ഒരു ഉപഭോഗ വസ്തുവായിട്ടാണ് ഇവര് ഈ സ്ത്രീയെ കാണുന്നതെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാതെ പോകുന്നതാണ്. എന്നിട്ട് പക്ഷെ ഇവര് പുറത്തെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ ശാക്തീകരണം, മാനവികത, മനുഷ്യസ്നേഹം, അതിരുകളില്ലാത്ത ലോകം, ഇങ്ങനെ കുറെ സ്ഥിരം ക്ലീശകൾ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവരുടെ വീട്ടിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മറ്റേ പഴുപ്പിക്കാൻ വെച്ചിരിക്കുന്ന പയക്കൊലകളായിരിക്കും വീട്ടിനകത്ത് ഇരിക്കുന്നത്. ഇത് ശരിക്കും തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയും. ഇവിടെ കൃത്യമായിട്ട് പറയും, നോക്കൂ, ഈ പറഞ്ഞ പോലെ ഈ അഖില ഹാദിയ എന്ന് പറഞ്ഞ കേസിൽ സഫീൻ ജഹാൻ ഉപേക്ഷിച്ചിട്ട് പോയി. അവരെന്ത് ചെയ്തു? അടുത്ത കടയിലേക്ക് ഈ സാധനം വിറ്റു, സെക്കൻഡ് സെയിൽസ് നടത്തി, അത്രയേ ഉള്ളൂ. അവിടെ ഇനിയിപ്പോ അതിന്റെ ഒരു പുറം ലോകം കാണില്ല. ഇനി എത്രാമത്തെ ഭാര്യയാണെന്നോ ഒന്നും നമുക്കറിയില്ല. അത് അവരുടെ നമുക്കറിയില്ലെന്ന് മാത്രമല്ല, ആ കുട്ടിയുടെ വീട്ടുകാർക്ക് പോലും, അതായത് ഒരു 10-20 വയസ്സ് വരെ പഠിപ്പിച്ച് വളർത്തിയ വീട്ടുകാർക്ക് പോലും അറിയില്ല ഇപ്പൊ എവിടെയാണെന്നോ അല്ലെങ്കിൽ ഇനി ആരുടെ ഭാര്യയാണെന്നോ അല്ലെങ്കിൽ ആരുടെ എത്രാമത്തെ ഭാര്യയാണെന്നോ അറിയില്ല. മനസ്സിലായില്ലേ? അതായത് നിങ്ങളിപ്പം ഈ ഒരു ഫ്രിഡ്ജ് നിങ്ങൾ സെക്കൻഡ് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ഈ പഴയ ഫ്രിഡ്ജ് ആര് കൊണ്ടുപോയി, എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും നമ്മൾ അറിയണമല്ലോ. ഇങ്ങനെ തന്നെയാണ് അവർ കാണുന്നത്. ഇത് കൃത്യമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി. ഈ കേരള സ്റ്റോറിയിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ദിവസം കയറി അജണ്ട, ഈ ഇവന്മാര് പ്രചരിപ്പിക്കുന്ന പോലെ കുറെ അജണ്ട വെച്ചിട്ട് അങ്ങ് പടം എടുത്തല്ല. അയാൾ 2 കൊല്ലത്തോളം
കൃത്യമായിട്ട് റിസർച്ച് നടത്തി AVS അടക്കമുള്ള ആൾക്കാരുടെ ഡേറ്റാബേസ് ഇൻഫർമേഷൻ എല്ലാം പരിശോധിച്ച് ഓരോ കേസ് ബൈ കേസ് ആയിട്ട് നോക്കിയിട്ടാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അല്ല ചുമ്മാ ഒരു ദിവസം ഇരുന്ന് എഴുതിയ സാധനമല്ല. ഷഹീൻ സ്ക്വാഡ് എന്ന് പറയുന്ന സാധനം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഷഹീൻ സ്ക്വാഡുകൾ പോലുള്ള സാധനങ്ങൾക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടും ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. അതായത് കൃത്യമായിട്ട് ഇവരുടെ ഗ്യാങ്ങുകൾ, ഇവരുടെ സൗഹൃദ വലയങ്ങൾ കയറി കൂടുകയും എന്താ പറയുക, കൃത്യമായിട്ടും അവരെ ജിഹാദികളുമായിട്ട് കണക്ട് ചെയ്യുന്ന ജോലി ഇവർക്ക് ചെയ്യാൻ കഴിയും. അത് പറ്റില്ല എന്ന് പറയുന്നവർ മറ്റേ മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? ആ കുട്ടിയെ സ്റ്റഡി ചെയ്ത് കൃത്യമായിട്ട് ഇവരുടെ ടാർഗറ്റിനെ മാർക്ക് ചെയ്ത് അതിന് സ്റ്റഡി ചെയ്ത് കൃത്യമായിട്ടും ഒരു വലയിലാക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അത് തന്നെയാണ് കൃത്യമായിട്ട് കേരള സ്റ്റോറി കാണിച്ചിരിക്കുന്നത്. ഇവർക്ക് അത് കൊള്ളുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നത് സത്യമാണ്. ഇവിടെ കേരള സ്റ്റോറിയെ കുറിച്ച് പറയുന്നവർക്ക് ഇപ്പോഴും ഇത്രയും കാലം കഴിഞ്ഞിട്ടും രക്തം തിളക്കുന്നതിന്റെ കാരണം എന്താണ്? അതിൽ പറയുന്നത് 100% സത്യങ്ങൾ മാത്രമാണ്. കാരണം നമ്മുടെ കുട്ടികളുടെ കൂടെ കൂടിയിട്ട് അവരെ കൺഫ്യൂസ് ചെയ്ത് എനിക്ക് പരിചയമുള്ള കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഒന്നാമത്തെ കാര്യം കഴിയുമെങ്കിൽ തീവ്ര വിശ്വാസമുള്ള മുസ്ലിം വിദ്യാർത്ഥികളുമായിട്ടുള്ള സൗഹൃദം അവോയ്ഡ് ചെയ്യുക. ഇനി അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ ടോപ്പിക് എവിടെയാണോ അസോസിയേറ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് പുറത്തുള്ള എന്തെങ്കിലും വിഷയം, ഈ മതസംബന്ധമായിട്ടുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ, ഇതൊക്കെ ചോദിക്കുമ്പോൾ അതിന് തർക്കിക്കാനോ പറഞ്ഞ് മനസ്സിലാക്കാനോ പോവാതിരിക്കുക. കൃത്യമായിട്ട് ഈ AVSന്റെയോ അല്ലെങ്കിൽ ചിദാനന്ദപുരി സ്വാമികളുടെ പോലുള്ള അവരുടെ നമ്പറിൽ കൊടുക്കുക. ഈ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉത്തരം കിട്ടും എന്ന് മാത്രം പറയുക. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവരുടെ താല്പര്യം ആവിയായിട്ട് പോകുന്നു. പിന്നെ അവർക്ക് ഒന്നും അറിയില്ല കേട്ടോ. അത്രയേ ഉള്ളൂ താല്പര്യം. അതായത് ഇങ്ങനെ വെറുതെ ചോദിക്കും, നിങ്ങൾ എന്തിനാ അത് ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത് തെറ്റല്ലേ, ഇത് ചെയ്യുന്നത് ശരിയാണോ, ഞങ്ങളുടെ ഇതിൽ ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറഞ്ഞ് വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കും ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെവർ ഗോ ഫോർ എൻ ആർഗ്യുമെന്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അവരെ തർക്കിക്കുകയോ അവരെ നന്നാക്കാനോ ചെയ്യാൻ ശ്രമിക്കരുത്. കൃത്യമായിട്ട് അവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പുസ്തകങ്ങൾ വിളിച്ച് സംസാരിക്കുക. അവർ കൃത്യമായിട്ടും അതിനുള്ള മറുപടി അല്ലെങ്കിൽ അതിനുള്ള കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ജിഹാദ് കേസുകൾ പറയുന്നത്. അത് ഈയിടയ്ക്ക് കുറച്ചു കാലം മുമ്പ് കേട്ടോ AVSലെ ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ മതം തലയ്ക്ക് പിടിച്ചിരുന്ന സമയത്ത് അവരുടെ എന്താ പറയാ, വീട്ടുകാരുടെ അത് ഇതിൽ കുറച്ച് ദിവസം കിട്ടിയപ്പോഴത്തേക്ക് അവർ പറയുണ്ടായിരുന്നു നമുക്കൊരു ആശ്രമത്തിൽ പോവാം. അപ്പൊ അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്പൂണിത്തറയാണെങ്കിൽ ഞാൻ വരില്ല, കാരണം അവരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ തൃപ്പൂണിത്തറ പോകരുത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് AVS പോയി കഴിഞ്ഞാൽ ഈ കൊച്ച് അവരുടെ തെറ്റിദ്ധാരണകളെല്ലാം അവർ മാറ്റി കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തൃപ്പൂണിത്തറ മാത്രം പോരുത്, അവിടെ നിങ്ങൾ എന്തെങ്കിലും ഹിപ്നോട്ടിസം ഒക്കെ ചെയ്ത് നിങ്ങളെ മാറ്റി കളയുന്നതാണ് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചത്. പക്ഷെ ആ കുട്ടിയുടെ ഭാഗ്യത്തിന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആ സമയത്തേക്ക് തൃപ്പൂണിത്തറ നിന്ന് ഓഫീസ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് പോകാന്ന് പറഞ്ഞപ്പം ഓക്കെ, ഷി വാസ് ഓക്കെ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞത്. ആ കുട്ടി മാത്രമല്ല, ആ കുട്ടിയുടെ 2 സഹോദരങ്ങളും രക്ഷപ്പെട്ടത് ആ ഒരൊറ്റ കാരണം മീൻസ് ഇതുകൊണ്ട് തന്നെയാണ്. അവരിപ്പോ AVSന്റെ മുഴുവൻ സമയ പ്രവർത്തകരാണ്. അവർക്ക് ഒരു ഗുജറാത്ത് പര്യടനത്തിലാണ് കേട്ടോ. അവർ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഗുജറാത്തിലേക്ക് ആൾക്കാരുമായിട്ട് കണ്ട് അവർ സംസാരിക്കുകയും അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ആൾക്കാർക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാനും കഴിയുന്നുള്ള നിലയിൽ AVS വളരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അങ്ങനെ നടക്കട്ടെ. എല്ലാവർക്കും എല്ലാ ആശംസകളും. അപ്പോ അത് ജസ്റ്റ് കേരള സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അതിന്റെ പ്രൊമോഷണൽ പരിപാടികളും AVSന്റെ ആൾക്കാർ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കാരണം അവർ കൊടുത്ത കുറെ ഡേറ്റ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇതേ ടീം തന്നെ രണ്ടാമത് വേറെ സിനിമയായിട്ട് വരുന്നുണ്ട്. അത് ഉടനെ എനിക്ക് തോന്നുന്നു മാർച്ചിൽ റിലീസ് ആവുമെന്ന് തോന്നുന്നു. അത് നക്സൽ, ഇതിനെ കുറിച്ച് എന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. അതിൽ ഈ കേരള സ്റ്റോറിൽ അഭിനയിച്ച അദാ ശർമ്മ തന്നെയാണ് അഭിനയിക്കുന്നത്. അത് നക്സലിസത്തെ കുറിച്ചുള്ള അതിന്റെ ഇന്റേൺസിനെ കുറിച്ചുള്ള ഒരു സിനിമയാണ് പുറത്തു വരാൻ പോകുന്നത്. അങ്ങനെ ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള സിനിമകൾ വരുന്നുണ്ട്. എല്ലാത്തിനും വിജയം ആശംസിക്കുന്നു. താങ്ക് യു. ഒറ്റ കാര്യം കൂടി ഞാൻ എന്റെ നോട്ടായിരുന്നു കൂടിച്ചേർത്തോട്ടെ, ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്. പറയൂ. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ഇപ്പം ഒരു പ്രസ്ഥാനത്തെ കുറിച്ചും അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും, അത് ആർഷവിദ്യാ സമാജത്തിന്റെ. അപ്പം ആർഷവിദ്യാ സമാജം എന്നുള്ളത് പലർക്കും അറിയില്ല. അത് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ചാരിറ്റി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അവര് മുഴുവൻ സമയ ഈ എന്താ പറയാ റിലീജിയസ് കമ്പാരിസൺ സ്റ്റഡി എന്നുള്ള ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഒരു എന്താ പറയാ ഈ രജിസ്റ്റേർഡ് ആയിട്ടുള്ള, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഇതിൽ തന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ചാരിറ്റി ഓർഗനൈസേഷൻ ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള അവർക്ക് കൃത്യമായിട്ട് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ അവര് ഒരുപാടായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതായത് അവര് ഒരു വലിയ ഒരു പഠന കേന്ദ്രം തുടങ്ങണം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടി തന്നെ ഇതായിട്ടുള്ള, അപ്പം അതിന്റെ പ്രവർത്തനം അവർ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പം
അവരവർക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഡയറക്റ്റ്ലി നമുക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ, പിന്നെ ഓപ്ഷൻസ് അതിനകത്ത് അവൈലബിൾ ആണ്. അത് പിന്നെ എന്താ UPI പേയ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഇപ്പം നെറ്റ് ബാങ്കിങ് പേയ്മെന്റ് ആണെങ്കിലും സഹായിക്കാനുള്ള എല്ലാ ഓപ്ഷൻസും ആ സൈറ്റിൽ കൂടെ തന്നെ സാധിക്കുന്നതാണ്. ആ ലിങ്ക് ഫോളോ ചെയ്ത് അത് ചെയ്യാൻ പറ്റും. അപ്പം കഴിയുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നെ സഹായകരമായിട്ടുള്ള പിന്നെ അവനവന് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പിന്നെ ഒന്ന് ഒരു പിന്നെന്താ പറയാ ഭാരതത്തിന്റെ ഒരു എന്താ പറയാ ആ, നമ്മുടേതായിട്ടുള്ള ഒരു ധർമ്മ ഇതിന് ഉള്ള ഒരു ശക്തിയായിരിക്കും. രണ്ടാമത് അവർക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അത് പിന്നെ ഇന്നുള്ള ഒരു പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ അറിയാനുള്ള സോഴ്സ് ഇല്ല എന്നുള്ളതാണല്ലോ. അപ്പം അതിനും ഭാവിയിലേക്ക് ഒരു പരിഹാരമാവും. അപ്പം ഇങ്ങനെയുള്ള വിവിധമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് അതിനെ കൊണ്ട് കിട്ടും. അത് നമുക്ക് ചിലവാകുന്നത് തുച്ഛമായിട്ടുള്ള നമുക്ക് കഴിയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സഹായങ്ങളാണ്. അത് എല്ലാവരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം പിന്നെ ഗുണം ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. തീർച്ചയായിട്ടും AVSന്റെ ഇപ്പം വെബ്സൈറ്റിലൂടെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ സഹായങ്ങളും സാമ്പത്തികമായിട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ പല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, സജഷൻസ് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, മറ്റു പല കാര്യങ്ങളും സാധാരണ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യാം. ഞാനിപ്പോ അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് സജഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എന്തെങ്കിലും കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അങ്ങനെ പല രീതിയിലും സപ്പോർട്ട് ചെയ്യാം. ഒരു സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം. അങ്ങനെ സാമ്പത്തികമായിട്ട് വേണമെന്നില്ല. സാമ്പത്തികമായിട്ട് കൊടുക്കണം എന്നുള്ള ആളുകൾക്ക് ഇനി അത് ഡൗട്ട്ഫുള്ളോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പൊ അവർ തിരിച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. കോണ്ടാക്ട് ചെയ്തതിനു ശേഷം നല്ല ക്ലാരിറ്റിയോടുകൂടി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ നമ്മുടെ അരുണ് അങ്ങനെ കുറെ പേര് ഇവിടെ സ്ഥിരം വരുന്നവര് തന്നെ വോളണ്ടിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇന്ന് കണ്ടില്ല പുള്ളിയെ, അല്ലെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. വോളണ്ടിയേഴ്സ് ആയിട്ട് ഒരു 5000-ഓളം വോളണ്ടിയേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരിവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട്. നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. വേറെ എന്തെങ്കിലും വിഷയമുണ്ടോ സംസാരിക്കാൻ? അല്ലെങ്കിൽ നിർത്തട്ടെ? എനിക്ക് തോന്നുന്നു നിർത്താൻ തോന്നുന്നു. ഇപ്പൊ പറഞ്ഞതുപോലെ ഇന്ന് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞൊരു വിഷയം, ഈ ഈ ഒരു സംഖ്യ ഈ സിനിമയിൽ പറഞ്ഞ സംഖ്യ വലിയ എക്സാജറേറ്റഡ് സംഖ്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ കണക്കോ സ്റ്റാറ്റിസ്റ്റിക്സോ പുറത്തു വിടുക എന്നാലെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പുറത്തുവിടാൻ പറ്റുള്ളൂ. റിപ്പോർട്ട് ചെയ്ത കേസുകളല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എനിക്ക് നേരിട്ട് അനുഭവമുള്ള 3 കേസസ് ഉണ്ട്. ആ 3 കേസസും ലവ് ജിഹാദാണ്. എന്റെ വളരെ അടുത്ത സുഹൃത്തിന്റെ മകളെ ഇതേപോലെ തന്നെ ഒരു ശ്രമം നടത്തി. പിന്നെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. മറ്റൊരു പെൺകുട്ടിയെ ഇതേപോലെ ഷെഫിൻ ജഹാൻ എന്ന് പറയുന്ന ഒരാൾ കല്യാണം കഴിച്ച പോലെ തന്നെ ഒരുത്തൻ ആദ്യം ലവ് ജിഹാദ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നിക്കാഹും സകല സാധനങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവൻ ഇട്ടിട്ട് പോയി. അപ്പോ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിൽ അവര് തന്നെ ഒരു ജോലി റെഡിയാക്കി കൊടുത്തു. അവിടെ ജോലി റെഡിയാക്കി കൊടുത്തെന്ന് മാത്രമല്ല, നമ്മൾ അവിടെ എന്നെ പോലുള്ള ആളുകളൊന്നും അവളെ പോയി കാണാനൊന്നും സമ്മതിക്കില്ല. എന്തിനാണ് ഇവിടെ വരുന്നതെന്ന് അവള് തന്നെ ചോദിക്കും. ഇവിടെ വരുന്നതെന്ന് അവർക്ക് ഇഷ്ടമല്ല, ഇവിടെ വരരുത്. പിന്നെ ഫോണിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ താഴോട്ട് മാവൂർ റോഡിൽ എവിടെയെങ്കിലും നിന്നിട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ പറയും. ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ ഇത് നേരിട്ട് അനുഭവമുള്ള ആളാ, ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉള്ള ആള് തന്നെ. പക്ഷെ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. നമ്മളതൊന്ന് ഐഡന്റിഫൈ ചെയ്തില്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഇതൊക്കെ കുറെ കഴിഞ്ഞാണല്ലോ ഐഡന്റിഫൈ ചെയ്യുന്നത് തന്നെ. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ലവ് ജിഹാദ് മോഡലാണെങ്കിൽ ഈ ലവ് ജിഹാദ് കഴിഞ്ഞിട്ടുള്ള വേറെ കല്യാണം കഴിച്ചിട്ടുള്ള സ്ത്രീകളോട് ഇങ്ങനെ വരിക, ചാറ്റ് ചെയ്യാം. ഈ ക്ലബ് ഹൗസിൽ തന്നെ നമ്മൾ എത്രയോ പെൺകുട്ടികളോട് ഇവര് ഇവിടെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. എത്ര ആൾക്കാരോട് ഇവിടെ പരസ്യമായി സംസാരിക്കുന്ന ആളുകൾ പോലും ബാക്ക് ചാനലിൽ മെസ്സേജ് അയച്ച് എന്തെല്ലാം മെസ്സേജസ് ആണ് അയക്കുന്നത്. ഈ ക്ലബിലുള്ളത് ആണെങ്കിൽ പോട്ടെ, വേറെ ക്ലബില് ഒരു ക്ലബില് എല്ലാ ദിവസവും ഭക്തിഗാനം വെക്കുന്ന, വെറും ഭക്തിഗാനം, വേറൊന്നുമില്ല, ഹിന്ദു ഡിവോഷണൽ സോങ്സ് വെക്കുന്ന ഒരു
പെൺകുട്ടിക്ക് നിരന്തരം ഇവിടുന്ന് ബാക്ക് ചാനൽ മെസ്സേജസ് ആണ്. ആദ്യമൊക്കെ കുറെ ഇതുപോലത്തെ മെസ്സേജുകളായിരുന്നു, പിന്നെ ലവ് അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള മെസ്സേജസ്. പിന്നെ അത് കഴിഞ്ഞപ്പോ അതിലൊന്നും വീഴുന്നില്ല എന്നുണ്ടപ്പോ പിന്നെ തെറി അഭിഷേകം, സ്ഥിരമായിട്ട് തെറി അഭിഷേകം. 2 തവണ അവൾ ഇവിടെ റൂം ഇട്ട് പരസ്യമായിട്ട് ആളുടെ ഫോട്ടോ അടക്കം വെച്ചിട്ട് അയാളുടെ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് അടക്കം ഇട്ട് ഇവിടെ 2 തവണ ഈ ക്ലബ് ഹൗസിൽ എത്രയോ ആളുകളെ മുമ്പിൽ റൂം ചെയ്തിരുന്നു. അപ്പൊ ഇവരുടെ സ്ഥിരം ഇതിനു വേണ്ടി ഒരു ഗ്യാങ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നത്. അപ്പൊ ഇവര് പിണറായി വിജയൻ സർക്കാരൊക്കെ ഇവര് തന്നെ ജിഹാദികളായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. അവര് ചെയ്യുന്ന കാര്യം ഇനി പോലീസ് റെയ്ഡല്ല എന്ത് തന്നെ വന്നാലും, ഞാൻ ഇന്നലെ പറഞ്ഞ റൂമിലെ സാധനം തന്നെ ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മള് അതിന് ഇതേപോലത്തെ AVS പോലത്തുള്ള സംഘടനകളെ, ഹിന്ദു കുട്ടികളെ അറിയിക്കുക, പാരന്റ്സിനെ അറിയിക്കുക. അത് ഇനി കോൺഗ്രസ്സുകാരാണെങ്കിലും ശരി, ഇനി ഏത് പാർട്ടിക്കാരാണെങ്കിലും ശരി, ഇത്തരം സ്ഥലങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നും അവിടെ കൊണ്ട് കുട്ടികളെ കൊണ്ടുപോകണമെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങളെ വരിക, നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഇപ്പൊ കോഴിക്കോട് 2-3 പെൺകുട്ടികളെ കൊണ്ടുപോയപ്പോഴുള്ള കേസസിലും ആദ്യം എന്താണ്, നിസ്കരിക്കുന്ന സമയത്ത് ചോദിച്ചാണ് നിങ്ങൾക്ക് ഇതുപോലത്തതൊന്നും ഇല്ലേന്ന്. അപ്പൊ അവർക്ക് അപകർഷതാബോധം തോന്നി. പിന്നെ പിന്നെ ആ കുട്ടി പൊട്ട് തൊടാതെയായി, ഭരതനാട്യം കളിക്കുന്ന കുട്ടി ഭരതനാട്യം ചെയ്യാതെയായി, അതൊക്കെ ഹറാമാണെന്ന് വീട്ടിൽ വന്നിട്ട് പറയാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് ഡൗട്ട് മനസ്സിലായത് ഈ കുട്ടി ഇങ്ങനെ വേറൊന്നിലേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പൊ അവൾ അറിയാതെ കൊണ്ടുപോയി AVS-ൽ. അപ്പോഴാണ് കുറെ ചോദ്യം ചോദിക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങൾ ഇവരുടെ മതത്തിനെ പറ്റി. എന്റെ സുഹൃത്തിനോട് സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ നിങ്ങള് ഇങ്ങനെ ക്രിറ്റിസിസം ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ പുള്ളി പറഞ്ഞ് എല്ലാ ആളുകളും ജനിക്കുന്നത് ഹിന്ദു ആയിട്ടാണ്, എല്ലാ ആളുകളും ഹിന്ദു ആയിട്ട് മാത്രമേ ജനിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ. പിന്നെ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ചേലാകർമ്മം ചെയ്തിട്ടാണ് മുസ്ലിം ഒക്കെ ആവുന്നത് ഒരാളോട് പറഞ്ഞു. അതിനുശേഷം പിന്നെ അവന്റെ അടുത്തേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതേപോലെ ഇവരോട് ആർഗ്യുമെന്റിന് നിങ്ങൾ പോവുകയും നിങ്ങൾ ഈ ഓരോ കാര്യങ്ങൾ ഹിന്ദു പുരാണങ്ങളിലെ കാര്യങ്ങളൊക്കെ പറയാനും ഇത് വിവരിക്കാനും ഒക്കെ നിന്നാൽ ഈ കോമഡി സബ്ജക്റ്റ് ആരിഫ് മുഹമ്മദ് മറ്റേ ആരിഫ് ഹുസൈന്റെ വീഡിയോസോ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലബിൽ തന്നെയുള്ള പല ആളുകളുടെയും റൂമിലെ വീഡിയോസിന്റെ കട്ടിങ്സോ ഉണ്ടെങ്കിൽ കേൾപ്പിച്ചു കൊടുത്താൽ മതി. ഒറ്റ ദിവസം കൊണ്ട് അവർ നിർത്തിപ്പോയിക്കോളും. അപ്പൊ അതാണ് ഇനീഷ്യലി എടുക്കാൻ പറ്റുന്ന കാര്യം. ഇപ്പൊ സോഴ്സ് ഓഫ് മെറ്റീരിയൽസ് ധാരാളം ആളുകൾ ഖുറാൻ ഇങ്ങനെ വലിച്ചു കീറുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷെ സാധാരണ പെൺകുട്ടികളോടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടോ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ വളരെ ഗാധേഡായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം അറിയാം, എന്തൊക്കെയാണ് അതിന് മറുപടി കൊടുക്കേണ്ടത്. ഇനി നമുക്കതിനകത്ത് അറിവില്ലെങ്കിൽ പോലും ഈ പറയുന്ന ചാക്കിന്റെ അകത്ത് കയറ്റാനുള്ള ടീംസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇന്റർനെറ്റിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് ഇപ്പോ. അപ്പൊ അതൊക്കെ എത്തിച്ചു കൊടുക്കാന്നുള്ളൂ ഈ വിഷയത്തിനകത്ത്. അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകൾ നേരത്തെ ചന്തു പറഞ്ഞ പോലെ നമ്പർ കൊടുത്തിട്ട് ഇവരോട് സംസാരിക്കുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ അവർ തീർത്തു തരുമെന്ന് പറയാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും ആ സിനിമ ഇവര് പറഞ്ഞതുപോലെ ഞങ്ങൾ സമ്മതിക്കുന്നു, 3 കേസ് കേരളത്തിലുണ്ട്, ബാക്കി ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ 3 കേസെങ്കിലും നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. ആദ്യം എന്താണ് നിങ്ങൾ പറഞ്ഞത്, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനമേ കേരളത്തിലില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. വളരെ ഔദ്യോഗികമായിട്ട് വരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 3 കേസസ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. ഇനി നിങ്ങൾ നാളെ എന്താണ് പറയാൻ പോകുന്നത്? കുറച്ച് കേസസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല എന്ന് പറയും. പക്ഷെ നിരന്തരമായ പ്രവർത്തനത്തിൽ ആണ് ഇവർ നടക്കുന്നത്. ഈ ടേം ഒരു ലവ് ജിഹാദ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് മാത്രമല്ല, കുടുംബത്തിലെ ഓരോ സ്ത്രീകൾക്കെതിരെയും ഇവര് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ തന്നെ അടുത്ത ഒരു സുഹൃത്തിന്റെ കഥ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ഹസ്ബൻഡ് വീട്ടില് കുറെ കാലം വിട്ടു നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായപ്പോ വേറെ സ്ഥലത്ത് പാലക്കാട് ജോലിക്ക് പോയി സ്ഥിരമായിട്ട് വീട്ടിൽ വരാതിരിക്കുന്ന ഒരു സമയം ഉണ്ടായപ്പോ അവിടെ 3 സ്ത്രീകൾ സ്ഥിരമായിട്ട് വരികയും ആ സ്ത്രീകള് അവരുടെ വരിക എന്തെങ്കിലും സഹായം വേണോ എന്നൊക്കെ ചോദിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ അവര് സാധാരണ അടുത്ത് അവരുടെ അയൽവക്കത്തുള്ള ഒരു സ്ത്രീയും അവരുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെ പരിചയക്കാരാണ് ആദ്യം എന്ന് വിചാരിച്ചു. ആ പരിചയത്തിലൂടെ പരിചയപ്പെട്ടു വന്നു, ഞങ്ങൾ അറിയുന്നവരാണെന്നൊക്കെ പരിചയപ്പെട്ടു. പിന്നെ വരുന്നതൊക്കെ ഈ അയൽവാസി സ്ത്രീ അല്ലാത്ത മറ്റ് സ്ത്രീകൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്നപ്പോ നിങ്ങളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ വൈഫ് വിചാരിച്ചത് ഇവര് വരുന്നത് സാധാരണ ഇങ്ങനെ സംസാരിക്കാനും മറ്റു കാര്യങ്ങൾക്കായിരിക്കും എന്ന് പറഞ്ഞു. ഒരു ദിവസം
ആ, ഇങ്ങനെ ബസ് സ്റ്റോപ്പില് ഇവരുടെ എന്റെ സുഹൃത്തിന്റെ മകള് അവിടെ നിൽക്കുമ്പോ, ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരാണ് എന്റെ ഈ സുഹൃത്ത് എന്ന് പറയുന്നത്, വലിയ സഖാവാണ്. ഈ സഖാവിന്റെ വീട്ടിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ വല്ല സംഘികളുടെ കാര്യമാണെങ്കിൽ പിന്നെ പോട്ടെ എന്ന് വിചാരിക്കായിരുന്നു. ഈ സഖാവിന്റെ കുട്ടി ഒരിക്കല് സഖാവ് പാലക്കാട് നിന്ന് വന്ന സമയത്ത് ചോദിച്ചു, അച്ഛാ ഞാന് യത്തീമാണോ എന്ന് ചോദിച്ചു. അപ്പം ഇവൻ തിരിച്ചു ചോദിച്ചു, യത്തീം എന്ന് പറഞ്ഞാൽ നിനക്ക് അതിന്റെ അർത്ഥം എന്താന്ന് അറിയോന്ന് ചോദിച്ചു. ഇല്ല എനിക്കറിയില്ല, ഞാൻ യത്തീമാണെന്ന് പിന്നെ നമ്മളെ വീട്ടിൽ വരാറുള്ള ഒരു താത്ത ഇങ്ങനെ പറഞ്ഞു എന്ന്. ആരോടാണ് പറഞ്ഞത്, അതാരാണ് എന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ ബസ് സ്റ്റാൻഡിൽ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വരുന്ന താത്ത വേറൊരു സ്ത്രീയോട് പറഞ്ഞു, ഇതാരാണ്, ഇത് നിങ്ങളുടെ മോളാണോ എന്ന് ചോദിച്ചപ്പോ അല്ല ഇത് യത്തീമാണ് പിന്നെ അങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ അവരങ്ങനെ സംസാരിക്കുന്നത് കേട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി സംശയം ചോദിച്ചു ഇവനോട്, ഇങ്ങനെ ഞാൻ യത്തീമാണോ എന്ന്. അപ്പം അപ്പോഴാണ് ഇവൻ വൈഫിനോട് ഈ സ്ത്രീയെ കുറിച്ച് അന്വേഷിക്കുന്നതും ഈ സ്ത്രീ ആരാണ്, ഇവരെ പരിചയപ്പെടുത്തിയ സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഇവർ ഈ മറ്റേ സ്ത്രീ ഇങ്ങനെ പറയാനുള്ള കാരണം അതൊന്നും അറിയണമല്ലോ. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ ഒരു കുട്ടിയെ ഇങ്ങനെ ഒരു സ്ത്രീ ഒരു ബസ് സ്റ്റാൻഡിൽ വേറൊരു സ്ത്രീയെ കണ്ടപ്പോ ആ കുട്ടിയെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണെന്നുള്ളത് എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് ആ ഒരൊറ്റ കാരണത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ആ സ്ത്രീ പറഞ്ഞതെന്ന് അന്വേഷിച്ച് പുറകിൽ പോയപ്പോഴാണ് മനസ്സിലായത് ഇത് കൃത്യമായിട്ട് PFIയുടെ ഈ വനിതാ വിങ്ങിലുള്ള സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള കുടുംബങ്ങൾക്കകത്ത് തന്നെയുള്ള ആളുകളെ കൃത്യമായിട്ട് ട്രേസ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുക. വെറുതെ ഇങ്ങനെ സംഗമം വീട്ടിൽ വരുമ്പോ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നു, അടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു കല്യാണത്തിന് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങളെ വീട്ടിലൊന്ന് കയറിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ 2, 3, 4 തവണ ഇങ്ങനെ വരുന്നത്. ആ സമയത്ത് ഈ സ്ത്രീ അവിടെ ഒരു അച്ചാറ് വിൽക്കുന്ന ഒരു കമ്പനി ഉണ്ട് തൊട്ടടുത്ത്, അവിടെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് പോവായിരുന്നു. അപ്പോ അതിനിടയ്ക്ക് അവരോട് സാലറി എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ സാലറി അവർക്ക് 14,000 രൂപയാണ് സാലറി ഉള്ളത്. അപ്പൊ എന്തിനാണ് ഇവിടെ ഈ 14,000 രൂപയ്ക്ക് ഇവിടെ ജോലി ചെയ്യുന്നത്? അപ്പൊ വളരെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു അച്ചാർ കമ്പനിയാണ്, അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് അവർ ജോലി ചെയ്യാണ്. അപ്പൊ എന്തിനാണ് ഇവിടെ പോകുന്നത്? വേറെ ഞങ്ങൾ കോഴിക്കോട് ഇന്ന സ്ഥലത്ത് 22,000 രൂപ സാലറി നിങ്ങൾക്ക് മേടിച്ചു തരാം, നിങ്ങൾ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഇവരെ വിളിച്ചപ്പോ ഇവര് പറഞ്ഞു, എനിക്ക് കോഴിക്കോട് വരെ വന്നിട്ട് ഇനി പോകാനുള്ള ബുദ്ധിമുട്ട്, കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ തൊട്ടടുത്താണെങ്കിൽ ഇടയ്ക്കൊന്ന് വന്നു പോകാന്നൊക്കെയുള്ള സൗകര്യം കൊണ്ടാണ് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത്, അല്ലാതെ എനിക്ക് സിറ്റി സെന്റേഴ്സിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തോണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഏതോ ബിൽഡേഴ്സിൽ ജോലിയൊക്കെ ഇന്ന് ഞങ്ങൾ പറഞ്ഞ അവിടെ പോകാം എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീയെ, പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഇവര് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഈ സഖാവ് ഐഡന്റിഫൈ ചെയ്യുന്നു, അന്വേഷിച്ചു പോയി ഈ സ്ത്രീയെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, പക്ഷെ തിരിച്ചറിയുന്നില്ല എന്നുള്ളൂ. ഈ കുട്ടി ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഹസ്ബൻഡ് ജീവിച്ചിരിക്കെ ഇവരുടെ വീട്ടിൽ വന്നു പോകുന്ന ഒരു ആളെ കുറിച്ച് ഇത്ര സീരിയസ് ആയിട്ട് അന്വേഷിക്കാന് ഈ സഖാവ് മെനക്കെട്ടത്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ മെനക്കെടില്ല. എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ കുടുംബമായിരിക്കെ ഇങ്ങനെ വഴിയിൽ വെച്ച് കണ്ടപ്പോ ഈ സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള ഒറ്റ സംശയത്തിന്റെ പേരിൽ. ആ കുട്ടി വെറും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ആ കുട്ടി ചെറിയ കുട്ടി ആയതുകൊണ്ട്, ഒരു പെൺകുട്ടി ഈ രീതിയിൽ ചോദിച്ചുകൊണ്ട് മാത്രം അച്ഛൻ അന്വേഷിച്ച് പുറകെ നടന്നിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ ഈ രീതിയിൽ കൃത്യമായ ഇവിടെ പ്രവർത്തനം ഇവര് നടത്തുന്നുണ്ട്. ഇവര് ഇമോജി ഇട്ട് ചിരിച്ചാലും ശരി, അല്ലാതെ ഇട്ട് ചിരിച്ചാലും ശരി, ഇത് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തുറന്നു പറയുക തന്നെ ചെയ്യും. പറയാതിരിക്കാനും ഒരു വഴിയില്ല. പല ഇൻസിഡൻസും ഇതിന്റെ പുറകിൽ ഇങ്ങനെ സംഭവിക്കുന്നതാണ് എന്ന് വ്യക്തമാണ്. ഇനി പല കേസസും ഉണ്ട്. ഇത്തരം പറയുകയാണെങ്കിൽ ഒത്തിരി കേസുണ്ട് ഈ രീതിയിൽ തന്നെ വളരെ കൃത്യമായി ട്രാപ്പ് ചെയ്ത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ, ഇപ്പൊ ഗൾഫിൽ ഇതേപോലെ ഷെഫിൻ ജഹാന് കല്യാണം കഴിച്ച പോലെ തന്നെ ഒരു PFIയുടെ കോർ PFI കാരൻ തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ ഒരു പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടിയുടെ കഥ ഞാൻ ഒന്ന് ഇവിടെ പറയാം. ഇത് ലവ് ജിഹാദ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ചില കേസസ്. എങ്ങനെയാണ് ഈ ലവ് ജിഹാദ് പ്രവർത്തിക്കുന്നത്? നേരത്തെ ഞാൻ ഒരാളുടെ കാര്യം പറഞ്ഞു, സഖാവിന്റെ വീട്ടിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇത് എന്റെ അടുത്ത സുഹൃത്തിന്റെ കേസസിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, +2 പഠിക്കുമ്പോൾ തന്നെ ഇവര് ഒരു ചെറുക്കനായിട്ട് റിലേഷനായി. അവർ റിലേഷൻ ഇങ്ങനെ മുന്നോട്ട് പോയി, നിക്കാഹൊക്കെ കഴിഞ്ഞു, പിന്നെയും മുന്നോട്ട് പോയി, ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞു, PG ഒക്കെ എത്തി. അത് കഴിഞ്ഞപ്പം ഈ ചെറുക്കൻ കല്യാണത്തിന്റെ സമയത്തപ്പോ ഈ ചെറുക്കൻ വിട്ടിട്ട് പോയി.
കൂളായിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ശാരീരിക ബന്ധങ്ങളും എല്ലാം ഇവരുടെ വീടുകളിലും 2 വീടുകളിലും പോകത്തക്ക രീതിയിൽ വിവാഹം കഴിഞ്ഞ ഉടമ്പടിയാണല്ലോ. നമ്മൾ ഇവിടെ ആരിഫ് ഹുസൈനൊക്കെ പറയുന്നത് വേശ്യ ഉടമ്പടി എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ രീതിയിൽ ഉള്ള ഒരു ഉടമ്പടി ആണത്. അപ്പൊ പ്യുവർലി അത് കല്യാണം കഴിഞ്ഞത് തന്നെയാണ്. ഈ രീതിയിൽ കഴിഞ്ഞതിന് ശേഷം വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി. ആ, പിന്നെയാണ് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയത് വരെ അതിനൊരു കുഴപ്പമില്ലായിരുന്നു. കാരണം രണ്ടുപേര് കണ്ടു, പരസ്പരം ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചു. ആസ് എ ഡിവോഴ്സ് കേസ് പോലെ അത് ഡിവോഴ്സ് ചെയ്തു. അതിനു മുൻപ് ഈ നിക്കാഹിന് മുൻപ് ഈ പെൺകുട്ടിയെ കൺവേർട്ട് ചെയ്തു, കൊണ്ടുപോയി പർദ്ദ ഇടിപ്പിച്ച് മുസ്ലിം പേര് കൊടുത്ത് എല്ലാം ചെയ്തു കേട്ടോ. ഇതൊക്കെ ചെയ്തു. അതുവരെയും ഓക്കെയാണ്. ഇനി കൺവേർട്ട് ചെയ്തോ കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ആക്കിക്കോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നേരത്തെ സഖാവിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒന്നുമില്ല. ഞാനൊരു 15 years മുമ്പുള്ള കഥയാ പറയുന്നത്. ഒന്നും വന്നിട്ടില്ല, ഒരു കേസും വന്നിട്ടില്ല. ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ഈ പെൺകുട്ടിയെ കൺട്രോൾ ചെയ്ത് പിടിച്ചു എന്നുള്ളതാണ്. ജോലി കൊടുത്ത് അവിടെ കൊടുത്ത് ഒരു ദിവസം ഫോൺ വിളിച്ചപ്പം ചോദിച്ചതാണ്, എന്തിനാണ് ഇങ്ങോട്ട് ഫോൺ വിളിക്കുന്നേ, ഇങ്ങോട്ട് ഫോൺ വിളിക്കരുത്. മാത്രല്ല അവിടുത്തെ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് ഇവളുടെ ഹിന്ദു പേര് നമ്മളൊക്കെ ആദ്യമേ വിളിച്ചിരുന്ന, ചെറുപ്പം മുതൽ വിളിച്ചിരുന്നതുകൊണ്ട് ആ പേരാണ് അവിടെ വിളിച്ചപ്പോൾ അവള് പറഞ്ഞത്, എന്റെ ഹിന്ദു പേര് യാതൊരു കാരണവശാലും ഇവിടെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കാനേ പാടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എന്താ ഡിവോഴ്സ് ചെയ്തിട്ടുള്ളതല്ലേ? അന്ന് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഡിവോഴ്സ് ചെയ്തിട്ടല്ലേ ഉള്ളൂ, എല്ലാം കഴിഞ്ഞല്ലേ, പിന്നെ ഇപ്പൊ നീ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, ആ ജോലി സ്ഥാപനത്തിലേക്ക് വിളിച്ചാൽ ഇപ്പൊ എന്താ പ്രശ്നം? അവൾ പറഞ്ഞത് വിളിക്കാൻ പാടില്ല, ഇവര് തന്ന ജോലിയാണ്. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു അത് സ്വാഭാവിക പ്രക്രിയയിൽ ഒരു ജോലി കിട്ടിയതായിരിക്കാം, ചിലപ്പം പരിചയത്തിന്റെ പേരിലാണെന്ന്. പക്ഷെ കല്യാണം കഴിച്ചത് ഒരു PFI കാരനാണെന്നും, കല്യാണം കഴിച്ചത് 3 കുട്ടികളുള്ള ഒരാള് അവന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തതിനു ശേഷം ഇവളെ കല്യാണം കഴിച്ചത് ഒരു PFI കാരനാണെന്നും, കോർ PFI കാരനാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യം കൃത്യമാണെന്ന് മനസ്സിലായി. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ ചന്തു പറഞ്ഞ കൃഷിയിടം തന്നെ ആക്കി 4 ഇത്രയും കൊല്ലം കൊണ്ട് അവള് 4 കുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? പിന്നെ അതിന്റെ പുറകിൽ വേറെ കമന്റുകളൊക്കെ ഉണ്ട്, അതെനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അവള് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ, അതിന് ശേഷം നടന്നിട്ടുള്ള വിവിധ കാര്യങ്ങൾ, എങ്ങനെയാണ് ഇവര് കൺട്രോൾ ചെയ്യുന്നത് അവളുടെ തന്നെ ലൈഫിൽ. അതിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിനക്ക് സെൽഫായിട്ട് ഇപ്പോ പ്രോഗ്രസീവ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, വേണമെങ്കിൽ തിരിച്ചു വരാലോ, ഇപ്പൊ വേണമെങ്കിലും വരാലോ എന്ന് പറയാറുണ്ടെങ്കിൽ പോലും, പക്ഷെ ഒരിക്കൽ അതിനകത്ത് വീണുപോയാൽ പിന്നെ തിരിച്ച് വരാൻ പറ്റാത്ത രീതിയിൽ ഫുള്ളി ട്രാപ്ഡും, പിന്നെ ആ കല്യാണം കഴിച്ച് കൊണ്ടുപോയവൻ ഈ പെൺകുട്ടി എങ്ങനെയാണ് കാണുന്നതെന്ന് അവൾ എന്നോട് പല സമയവും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ കൃഷിയിടം എന്ന് പറയുന്നത് സെൻസ് ചെയ്തത് ഞാൻ അപ്പോഴാണ്. ആ രീതിയിൽ മാത്രമാണ് ഇങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ഈ PFIയിലെ ആളുകൾ കാണുന്നുള്ളൂ. ആ രീതിയിൽ നേരിട്ട് അനുഭവം ഉള്ളതാണ്. ഇതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മളോട് ആളുകൾ പറഞ്ഞത് കൊണ്ട് മാത്രം മനസ്സിലായതും, നേരിട്ട് കണ്ടത് കൊണ്ട് മാത്രം മനസ്സിലായ, അല്ലെങ്കിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന 2 സംഭവങ്ങളാണ് ഈ 2 സംഭവം. പിന്നെ ഞാൻ വേറൊരു കേസും കൂടെ പറഞ്ഞു, അത് ഞാൻ ഇവിടെ പറയുന്നില്ല എന്തായാലും.